കേരള സർവകലാശാല കലോത്സവത്തിനിടെ പ്രതിഷേധവുമായി KSU. സെനറ്റ് ഹാളിലാണ് പ്രതിഷേധം. SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. സ്ഥലത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടക്കുന്നു. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അഖിൽ ഷാ, വിവരങ്ങൾ. പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അഖിൽ ഷാ അൻസാർ നമുക്കൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ KSU പ്രവർത്തകരും തമ്മിൽ ചില തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ KSUവിൻ്റെ ഒരു ആരോപണം, ഈ യുവജനോത്സവം തുടങ്ങിയതിന് പിന്നാലെ വ്യാപകമായി KSU പ്രവർത്തകരെ ഈ SFI പ്രവർത്തകരും അതുപോലെ സംഘാടകരും മർദ്ദിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നിലവിൽ KSU പ്രവർത്തകർക്കുള്ളത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ KSUവിൻ്റെ നേതാക്കളടക്കമുള്ള പ്രവർത്തകർ പ്രധാന വേദിയായ സെനറ്റ് ഹാളിലേക്ക് എത്തുകയും വലിയൊരു പ്രതിഷേധം ഇവിടെ കാഴ്ചവെക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഈ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ പ്രധാന വേദിക്ക് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. KSUവിൻ്റെ വിവിധ നേതാക്കൾ ഇതിൻ്റെ ഭാഗമായുണ്ട്. ഏറ്റവും പ്രധാനമായും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പോലീസ് സംഘം ഇതിൻ്റെ ഭാഗമായി ഇവിടെയുണ്ട്. പോലീസ് SFI പ്രവർത്തകരെയും അതുപോലെ തന്നെ ഈ പ്രതിഷേധം നടത്താൻ ഇവിടെ എത്തിയ KSU പ്രവർത്തകരെയും കൃത്യമായി മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടതുപോലെ വലിയൊരു പ്രകോപനവും ഈ SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും അതാണ് നമുക്ക് കൃത്യമായി പറയാനുള്ളത്. നേരത്തെ ഒരു വാക്കേറ്റത്തിലേക്ക് പോയിരുന്നു. അത് കയ്യാങ്കളി ആകുന്നതിന് മുമ്പ് തന്നെ പോലീസ് അതിൽ ഇടപെട്ട് അതിനെ തടയാനായിട്ടുള്ള ഒരു ശ്രമവും നടത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ KSU പ്രവർത്തകരെ വലിയ രീതിയിൽ യുവജനോത്സവം തുടങ്ങിയതിന് പിന്നാലെ വ്യാപകമായി ആക്രമിക്കുന്നൊരു രീതിയിലേക്ക് ഈ SFI പ്രവർത്തകരുടെ ഒരു സമീപനം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കുള്ളൊരു സാധ്യതയും കാണുന്നുണ്ടെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതിഷേധങ്ങൾക്കുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. KSU അത്തരത്തിൽ തന്നെയാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇതിലൊരു നടപടി, അതായത് ഇത്തരത്തിൽ അക്രമം നടത്തുന്ന SFI പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയുണ്ടാകുമെന്നുള്ള കാര്യവും പറയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ പല്ല് ഇന്ന് ഇടിച്ചു തെറിപ്പിച്ചു. എന്തിനാ? SFIയുടെ കുറെ തെമ്മാടികൾ, ഗുണ്ടകൾ സർവകലാശാല കലോത്സവത്തിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക. സെന്റ് സേവിയേഴ്സിലെ വിദ്യാർത്ഥികളെ, AJ കോളേജിലെ വിദ്യാർത്ഥികളെ, നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ വിദ്യാർത്ഥികളെ, പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ വിദ്യാർത്ഥികൾ, അങ്ങനെ SFIക്ക് യൂണിയൻ നഷ്ടപ്പെട്ട ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിനെത്തുമ്പോൾ വ്യാപകമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുക. 2 പേരുടെ പല്ല് ഇന്നിവിടെ ഇടിച്ചു 2 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഞങ്ങൾ പറയുന്നത് സർവകലാശാല കലോത്സവം നടക്കട്ടെ, പക്ഷെ എന്തിനു വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു? ഇതിനൊരു അറുതി വരുത്തണം. എന്നും ഇവന്മാരുടെ ഈ അടിയും മർദ്ദനവും ഏറ്റ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എത്രത്തോളം മുന്നോട്ട് പോകും? ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. SFI ഈ ആക്രമണം അവസാനിപ്പിക്കണം. ഇന്ന് രാവിലെ ഒപ്പന മത്സരം കാണാനെത്തിയ KSU പ്രവർത്തകരെ സംഘാടക സമിതിയാണ് തല്ലിച്ചതച്ചത്. ഇവിടെ ഈ പരിപാടി നടത്തുന്ന സംഘാടക സമിതിയില് ശ്രീജിത്ത് എന്ന പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങള് KSUവിലെ അംഗങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. ഇന്ന് 4ാം ദിവസമാണ് കലോത്സവത്തിന്റെ. 1ാം ദിവസം മുതൽ തിരുവനന്തപുരം ജില്ലയില് KSU മുന്നോട്ട് നടത്തിയ മാറിവാനിയസ് കോളേജ്, ഇക്ബാൽ കോളേജ്, നെടുമങ്ങാട് കോളേജ്, ഒടുവിൽ തിരുവനന്തപുരം ലോ കോളേജിലെ പ്രവർത്തകരെ തല്ലിച്ചതച്ചിട്ട് 2 പേര് ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ വെച്ച് പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇത് എവിടെ വെച്ചാണ് പ്രതിഷേധിക്കേണ്ടത്? എത്ര കാലം ഇത് KSUക്കാർക്ക് തല്ല് കിട്ടുമെന്ന് പറയുമ്പോൾ നോർമലൈസ് ചെയ്യുകയാണ്. നോക്കി നിന്ന പോലീസ് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന്. ഇത് വിദ്യാർത്ഥികളുടെ കലോത്സവമാണ്, SFIയുടെ കലോത്സവമല്ല. SFI ആണ് ഈ യൂണിയൻ ഭരിക്കുന്നത് എന്നുള്ളതിനർത്ഥം KSUക്കാർക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതല്ല. അതുകൊണ്ട് ഇതാണ് പ്രതിഷേധത്തിന് പറ്റിയ സ്ഥലം. ഇവിടെ വെച്ച് ഞങ്ങൾ പ്രതിഷേധിക്കും. ഈ KSU പ്രവർത്തകരുടെ ഈ ഘട്ടത്തിലുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അതായത് ഈ KSUവിന് ഈ യൂണിയൻ നഷ്ടപ്പെട്ട എല്ലാ കോളേജുകളിലെയും മുഴുവൻ കോളേജുകളിലെയും KSU പ്രവർത്തകരെ വ്യാപകമായി കയ്യിൽ കിട്ടിയപ്പോൾ SFI പ്രവർത്തകർ മർദ്ദിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ KSUവിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നിവർ ഇവിടെ പ്രതിഷേധിക്കാനും എത്തിയത്. എന്തായാലും
വലിയൊരു പ്രതിഷേധമാണ് ഈ സെനറ്റ് ഹാളിൽ ഇപ്പോൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഇതിലൊരു നടപടി ഉണ്ടാകാതെ ഒരു തരത്തിലുള്ള പിൻവാങ്ങലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഇവിടെ മാത്രമല്ല ഇന്ന് 9 മണിക്ക് തുടങ്ങേണ്ട ചാക്യാർ കൂത്ത് ഇത് നേരിട്ട് ഇന്നലത്തെ 12 മണിയുടെ ഒപ്പനെ നടക്കുന്നുള്ളൂ. രാഷ്ട്രീയവും കലയും ചേർക്കുന്നു. രാത്രി മുതൽ മേക്കപ്പ് ഇട്ടിരിക്കുക, ഒരു പച്ച വെള്ളം പോലും ഞങ്ങൾ ഇതുവരെ കുടിച്ചിട്ടില്ല. ആ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഇടയ്ക്ക് തടസ്സപ്പെടുത്താൻ സംഘാടകർ എന്താ പറയുന്നത്? സംഘാടകർ നല്ല രീതിക്ക് തന്നെ നടത്തുന്നുണ്ട്. ഈ ഒരു തരത്തിലുള്ള പ്രതിഷേധം നടത്തി ഞങ്ങൾ എങ്ങനെ പെരുമാറും, ഞങ്ങൾ എങ്ങനെ കളിക്കും? എത്ര ദിവസത്തെ കളിക്കാണ് ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നത്? സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ പ്രതിഷേധിക്കണോ? തടസ്സപ്പെടുത്താനുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടും ശരിയായ പ്രകൃതിയല്ല. അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ പ്രതിഷേധത്തിനെതിരെയും വലിയൊരു ശബ്ദം ഈ കലോത്സവത്തിന്റെ ഭാഗമായി കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രതിഷേധം ഇത്തരത്തിൽ നിരന്തര പ്രതിഷേധം നടക്കുമ്പോൾ കൃത്യമായി മത്സരങ്ങൾ നടക്കുന്നില്ല. ഇന്നലെ രാത്രി മുതൽ ഇതുമായി ബന്ധപ്പെട്ട് മേക്കപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊന്നും ഇത്തരത്തിൽ വേദിയിൽ കയറാനോ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നില്ല. കാരണം ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ അവരുടെ സമയം കളയുന്നു. ഈ പരിപാടികളൊക്കെ വലിയ രീതിയിൽ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആരോപണവും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും KSU ഇക്കാര്യത്തിൽ ഒരു പിന്നോട്ട് പോക്കിന് തയ്യാറില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലുള്ള പിന്നോട്ട് പോകലിനും തയ്യാറല്ല എന്നുള്ളതാണ് KSU പ്രവർത്തകരും വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം ഈ സെനറ്റ് ഹാളിന്റെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് സെനറ്റ് ഹാളിലാണ് മത്സരങ്ങൾ നടക്കുക. എന്നാൽ മത്സരങ്ങൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് KSU പ്രതിഷേധക്കാർ പിന്മാറണമെന്നാണ് മത്സരാർത്ഥികൾ പറയുന്നത്. എത്രയോ മണിക്കൂറുകളായി തങ്ങൾ മേക്കപ്പെട്ട് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും KSU പ്രവർത്തകർ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രതിഭാധനരായ കുട്ടികൾ എത്രയോ മണിക്കൂറുകളായി അവർ മേക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ മത്സരം തടസ്സപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വേദിയിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ മത്സരിക്കാനുള്ള അവകാശം ഇവർക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുക.